13 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഇറങ്ങി വരികയാണ് ദിലീപും നാദിർഷയും. ആലുവ പോലീസ് ക്ലബ്ബിൽ നിന്ന് തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കാണുന്നത്. 13 മണിക്കൂർ ഇന്ന് 12:30 കയറിയാണ് ദിലീപും നാദിർഷയും. പരാതിയിൽ വിശദമായിട്ടുള്ള മൊഴിയെടുപ്പും ഈ കേസിനെ അനുബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പരാതി മാത്രമാണോ? വളരെ കോൺഫിഡന്റ് ആണ്. നിങ്ങളുടെ പരാതി പുറത്തായിരുന്നു ഈ മൊഴിയെടുപ്പുണ്ടായതൊക്കെ ചോദിച്ചു കേസ് പോലീസ് നല്ല രീതിയിൽ ഞങ്ങൾ 2-3 ആൾക്കാരില്ലേ അറിയില്ല. എന്ത് ചോദ്യത്തിനും നമ്മൾ പോലീസിന്റെ കൂടെ ഉണ്ട്. കാരണം ഇത് സത്യം പറഞ്ഞാല് നമ്മളുടെയും കൂടി ആവശ്യമാണ് ഇതിന്റെ സത്യം പുറത്തു വരാറുള്ളത്. ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ചോദ്യം ചെയ്യൽ ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല. മൊഴിയെടുപ്പായിരുന്നു, ചോദ്യം ചെയ്യലായിരുന്നു. പറഞ്ഞല്ലോ, പരാതി അനുബന്ധിച്ച് വിശദമായിട്ടുള്ള മൊഴിയെടുപ്പായിരുന്നു. മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇതിന് അനുസരിച്ചിട്ടുള്ള കേസിന് ആസ്പദമായ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കായിരുന്നു. അയ്യോ എന്റെ അമ്മേ, ഇല്ലില്ല പറഞ്ഞിട്ടില്ല. പിന്നെ അതെ നാളെ അതിലുണ്ടാവും. പിന്നെ നീണ്ട 13 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് ദിലീപും നാദിർഷയും ദിലീപിന് മാൻ അപ്പുണ്ണിയും ആലുവ പോലീസ് ക്ലബിന് പുറത്തേക്ക് ഇറങ്ങിയത്. ചോദ്യം ചെയ്യൽ തീർന്നു. എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു. വിശദമായ മൊഴിയെടുക്കലായിരുന്നു. മാത്രമല്ല കേസിനാസ്പദമായ മറ്റു കാര്യങ്ങളും പറയുകയുണ്ടായെന്ന് ദിലീപ് പറഞ്ഞു. നാളെയും വീണ്ടും ചോദ്യം ഹാജരാവാൻ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അങ്ങനെ ഇല്ല എന്നുള്ളതാണ് ദിലീപ് പറഞ്ഞത്. എന്താണ് ചോദ്യം ചെയ്യലിൻ്റെ അവസാനമുണ്ടായതെന്ന് ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. ചോദ്യം ചെയ്യൽ തുടരുമോ, കാര്യങ്ങൾ വ്യക്തമാണോ, കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഇനിയാണ് വ്യക്തമാണ്. എന്തായാലും ആലുവ പോലീസ് ക്ലബ്ബിൽ നിന്നും നടൻ ദിലീപും നാദിർഷയും